എടുത്ത കാശ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. നീ അത് ചെയ്തതിൻ്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതെങ്ങനെ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഇതിനെല്ലാം നിങ്ങൾ തീരുമാനിക്കാൻ എൻ്റെ അടുത്ത് ചോദിക്കണതിനാ പറയുന്നോടാ രാജീവ്. ഞാൻ ആ ഹോട്ടലിൽ പണിയെടുത്ത് എങ്ങനെയും ജീവിച്ചോട്ടെ. നിങ്ങളെന്റെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. ഇനി എന്നില്ലാണ്ടാക്കാനടാ. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ രാത്രി വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചെമ്പിൽ മാണിയടുത്ത് രാധാനിവാസിൽ അജയൻ എന്ന് വിളിക്കുന്ന അജ്മലിനെയാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് അറസ്റ്റ് ചെയ്തത്. 2015 ജൂൺ 18-നായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ചെമ്പകമ്മാൾ എന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാറ്ററിംഗ് ബിസിനസ് നടത്തി ജീവിച്ചിരുന്ന ചെമ്പകമ്മാൾ തമിഴ്നാട് സ്വദേശിനിയായിരുന്നു. ചെമ്പകമ്മാൾ സ്ഥിരമായി ഭക്ഷണം സപ്ലൈ ചെയ്തിരുന്ന ഹോട്ടലിലെ ജീവനക്കാരനായ അജയൻ അവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. ചെമ്പകമ്മാളുടെ വിശ്വാസ്യത പിടിച്ചുവയ്ക്ക എന്താ സാർ? അഷ്റഫ് എൻ്റെ ഒക്കെയാണ്. അയാളെവിടെ? വിളിക്കാം. ഈ ഹോട്ടലിന് വലിയൊരു ചരിത്രം ഉണ്ടല്ലേ? ഞങ്ങളുടെ ബാപ്പ നടത്തിയതാ. ബാപ്പ നടത്തിയത് ഈ ഹോട്ടലല്ലല്ലോ, രാഗം, പഴയ മാർക്കറ്റിന് മുന്നിൽ. അതെ. അത് പൂട്ടിപ്പോയി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ബാപ്പ ജയിലിൽ പോയി കിടക്കാനുള്ള കാരണം മക്കൾക്കറിയില്ല. ആ കാലത്ത് ഞാൻ പഠിച്ചു കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഹോട്ടലിൽ വച്ചിരുന്ന ഇന്ത്യയുടെ മാപ്പിൽ കാശ്മീരിൻ്റെ ഭാഗമില്ല. നാട്ടുകാർ ഹോട്ടൽ അടിച്ചു തകർത്തു. എന്താ ശരിയല്ലേ സാർ? അതൊക്കെ പഴയ കാര്യമല്ലേ. നാട്ടുകാർക്ക് എന്താ പറഞ്ഞു നടക്കാൻ പറ്റാത്ത? ബാപ്പാനെ കോടതി വെറുതെ വിട്ടതാ സാർ. ഇപ്പോൾ അതൊക്കെ വെറുതെ മരിച്ച് പുറത്തേക്ക് ഇടരുത്. ഞാനായിട്ടൊന്നും ചെയ്യില്ല, പക്ഷെ നിങ്ങൾ തന്നെ അതിന് വഴിയുണ്ടാക്കരുത്. ഇപ്പോഴത്തെ കാലം ഏതാണെന്ന് അറിയാലോ. ബാപ്പ കാശ്മീരില്ലാതെ കച്ചവടം നടത്തിയ കാലത്തിനേക്കാളൊക്കെ മോശം. അപ്പോൾ പിന്നെ കൊലപാതകയെ രക്ഷിക്കാൻ നോക്കി, പറഞ്ഞു വിട്ട് കൊല്ലിക്കാൻ നോക്കി എന്നൊക്കെ പേരൊക്കെ വന്നാലോ. പഴയ പ്രേതങ്ങൾക്കൊക്കെ ജീവൻ വയ്ക്കാൻ അധികം സമയം വേണ്ടി വരില്ല.
ആലോചിക്കും, ശരിക്കും ആലോചിക്കും. എന്നിട്ട് നാളെ ഓഫീസിൽ ഇയാളും അനിയനും കൂടി വന്ന് മൊഴി വായിച്ച് കേട്ട് ഒപ്പുവെച്ചേ. നിനക്ക് നീന്തലറിയടാ? നീ ആ കത്തി എവിടെയാടാ വലിച്ചെറിഞ്ഞ? ചോദിച്ചിട്ടില്ലടാ, എവിടെയാന്ന് കാണിച്ചു കൊടുക്ക്. സർ, മനോജാണ്. രാജീവേ സാർ, സ്പോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വാ. ഇറങ്ങടാ. ഇറക്കടാ അങ്ങോട്ട്. എവിടെയാടാ നീ കിടക്കുന്നത്? പറയടാ. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുന്നേ. അവിടെ നിന്നാ മതി, മാറിയിരിക്കുന്നേ. ആ കവറിങ് എടുത്തോ.